ഹീറ്റ് കാരണം മെൽട്ടായി പോവും. പവർ സപ്ലൈ ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. നിന്റെ കളി ഒരല്പം കൂടിപ്പോയി. നിന്നെ ഞാൻ അടിച്ച് തെറിപ്പിക്കാൻ പോവുക. ഇലക്ട്രിസിറ്റി കൊണ്ട് ജോലി ചെയ്യുന്ന ഈ എല്ലാ ടൂൾസും ഇനി ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ. നീ ആ റബ്ബർ കോട്ടിംഗ് എന്റെ മേലിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ? ഡോക്ടർ ഖുറാന, ഇവിടെ ഒരുപാട് സിസ്റ്റംസ് ഉണ്ടല്ലോ. എന്താ ഇതൊക്കെ? ഇതാണ് സോളാർ ചാർജ് ബാറ്ററി. ഇത് പകൽ സമയത്ത് സൂര്യന്റെ പ്രകാശത്തിൽ നിന്നും ഒരുപാട് എനർജി കളക്ട് ചെയ്ത് വെച്ചേക്കും. ചുരുക്കി പറഞ്ഞാൽ ടോട്ടൽ സൺ സിറ്റിക്കും ഇലക്ട്രിസിറ്റി കിട്ടിക്കൊണ്ടേയിരിക്കും. ഡോക്ടർ ഖുറാന അങ്കിൾ, ഒരൊറ്റ വാക്കിൽ ചോദിക്കണമെങ്കിൽ എപ്പോഴൊക്കെ സൂര്യപ്രകാശം ഈ സോളാർ പാനലിൽ വന്ന് വീഴുന്നുവോ അപ്പൊ അത് ചാർജ് ചെയ്ത് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. അതിനുശേഷം ഈ ബാറ്ററിയിൽ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പവർ കൊണ്ട് ടോട്ടൽ സൺ സിറ്റിക്കും ഇലക്ട്രിസിറ്റി സപ്ലൈ ആയിക്കൊണ്ടിരിക്കും. അത് കൊള്ളാലോ. ചെറിയ ഈ ബാറ്ററിക്കകത്ത് അത്രയ്ക്കും പവർ ഉണ്ടോ? ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വിശക്കാന്നേ. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? ഇത് വളരെ വ്യത്യസ്തമായ കണ്ടുപിടുത്തം തന്നെയാണ് ഡോക്ടർ ഖുറാന. ഇന്നു മുതൽ നമ്മുടെ സൺസിറ്റി നാച്ചുറൽ പിന്നെ സേഫ് സോഴ്സ് ഓഫ് എനർജിയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അയ്യോ, എന്ന് വെച്ചാ അടുത്ത മാസം മുതൽ കറണ്ട് ബില്ല് വളരെ കുറച്ചേ വരത്തുള്ളൂ അല്ലേ? ഡോക്ടർ ഖുറാന, എനിക്കൊന്ന് ഡെമോ ചെയ്ത് കാണിക്കാമോ? ദാ നോക്കിക്കോ. ഞാൻ സൺസിറ്റിയുടെ എല്ലാ മെയിൻ ലൈൻസും ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ അതേ ലൈൻസ് ഈ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ ബാറ്ററി ഫിക്സ് ചെയ്തതും ടോട്ടൽ സൺസിറ്റിയും ജോലിക്കും നോക്കിക്കോ. കൊള്ളാലോ, കലക്കി ഡോക്ടർ ഖുറാന. നിങ്ങളുടെ ബാറ്ററി ശരിക്കും ടോട്ടൽ സൺസിറ്റിയെയും ജ്വലിപ്പിക്കുകയാണ്. രണ്ട് വാക്കുകളിൽ പറയണമെങ്കിൽ സൂപ്പർ അമേസിംഗ്. അതെ, ഇത് സാധാരണ അമേസിംഗ് അല്ല, വളരെ സൂപ്പർ അമേസിംഗ്. ഡൂപ്പർ അമേസിംഗ്. ഞാനൊരു അല്പം കഴിച്ചോട്ടെ. ഗിരി പവർ സപ്ലൈ കിട്ടിപ്പോയി. എന്താ നീ പറയുന്നത് ഡോക്ടർ ഖുറാന? നിനക്കെന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു അല്ലേ? സ്പാർക്കി, നീ ഇവിടെ എന്ത് ചെയ്യാ? നല്ല ചോദ്യമാണ്. ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാൻ വേണ്ടിയാ വന്നിരിക്കുന്നത്. ഡോക്ടർ ഖുറാന, ആ മിസ്റ്റർ സ്പാർക്കി ആരാണ്? ഈ സ്പാർക്കി എന്റെ കൂടെ കോളേജിൽ പഠിച്ചവനാ. സ്പാർക്കി എന്നെ പോലെ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇതിനൊരു വ്യത്യാസമുണ്ട്. ഞാൻ കണ്ടുപിടിക്കുന്നതെല്ലാം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവൻ ചെയ്യുന്നതെല്ലാം ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണ്. വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു ഡോക്ടർ ഖുറാന. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് സ്പാർക്കിയുടെ കാലമാണ്. കിക്കോ, ഞാനും ഇലക്ട്രിഫൈ മാഗ്നറ്റിക് സൂട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇലക്ട്രിക് ചാർജേഴ്സിനെ എന്റെ ഓർഡർ അനുസരിച്ച് വേറെ വേറെ ഷേപ്പിലും വേറെ വേറെ പവറായിട്ടും ഡിവൈഡ് ചെയ്യുന്നതാണ്. പക്ഷേ നിന്റെ ഈ ബാറ്ററി ഇല്ലാതെ എന്റെ ഈ സൂട്ട് കംപ്ലീറ്റ് ആവില്ല. ഹിരി കറണ്ട് സപ്ലൈ കിട്ടിപ്പോയി. താങ്ക് യു ഡോക്ടർ ഖുറാന. ഇനി നോക്കിക്കോ, നീ കണ്ടുപിടിച്ച ഈ സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ച്, അതായത് ഈ ബാറ്ററി, അതിനുശേഷം ഞാൻ കണ്ടുപിടിച്ച ഈ സൂട്ട് വെച്ചോണ്ട് എന്തൊക്കെ അട്ടഹാസങ്ങളാ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോ. പിന്നെ ഈ സൂട്ട് സൂര്യരശ്മിയിൽ നിന്നും ബാറ്ററി ചാർജ് ചെയ്യാൻ തുടങ്ങും. മിസ്റ്റർ സ്പാർക്കി, നിങ്ങൾ ആ ബാറ്ററി തട്ടിപ്പറിച്ച് വലിയ തെറ്റാ ചെയ്തിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാ, പ്ലീസ് നിങ്ങൾ അത് തിരികെ കൊടുത്ത് ചെയ്ത തെറ്റ് ശരിയാക്കി മാറ്റൂ. അത് ശരി, ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യോടാ? മിസ്റ്റർ സ്പാർക്കി, നിങ്ങൾ അതിന് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് നിങ്ങളോട് ഫൈറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഞാൻ എപ്പോഴും റൈറ്റിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവനാണ്. അയ്യോ, ഉറുമ്പ് പോലെ ഇരുന്നിട്ട് ആനയോടാണോടാ നിന്റെ കളി? അയ്യോ, അതേ കട്ടുറുമ്പ് ആനയുടെ കാതിനകത്ത് കേറിയാലുണ്ടല്ലോ, അടുത്ത സെക്കൻഡ് ആനയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ചത്തുപോകും. ടോണി ബോസ്, നിങ്ങൾ ഹീറോ ആയി മാറാൻ ഇതാണ് നല്ല ചാൻസ്. നിങ്ങളുടെ പഞ്ച് കൊണ്ട് ആ സ്പാർക്കി അങ്ങ് തട്ടി തെറിപ്പിക്ക്. കറക്റ്റാ, ഇപ്പൊ നോക്കിക്കോ.
ഈ ടോണിയോട് കയറി കളിച്ചാ എന്താവും അറിയാലോ. പടപട പപ്പടം. കൊറേ ഡയലോഗൊക്കെ പറഞ്ഞതാ. ഒരടി കൊണ്ടപ്പോ ദാ തലയും കുത്തി താഴെ കിടക്കുന്നു. ഇതിനാ പറയുന്നത് കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങരുത്. മനസ്സിലായോ ടോണി? അയ്യോ, ഗിരി ഗിരി ഗിരി, ഞാൻ പവർ സപ്ലൈ മാൻ. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ, എന്നെ ടച്ച് ചെയ്താ മതി, പിന്നെ വേറെ ആരെയും തൊടാൻ നീ ജീവനോടെ ഉണ്ടാവില്ല. എന്റെ ബാറ്ററി ഫുള്ളായിരുന്നെങ്കിൽ നിങ്ങളുടെ കഥ കഴിഞ്ഞാനേ. അതുകൊണ്ട് ഞാനിപ്പോ ഇറങ്ങാണ്. R7 ബ്ലിങ്ക് ആവുന്നുണ്ട്. മറ്റൊരു വഴിയുമില്ല. ഞാനിപ്പോ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ മുന്നേറ്റ നടി വന്നെത്തുന്ന ഹീറോ ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ റൈറ്റ് ആയാലും ശരി റോങ് ആയാലും ശരി തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. സൂപ്പർ സ്പീഡോ, ആ സ്പാർക്കി ഒരു പവർഫുൾ ബാറ്ററി എടുത്തോണ്ട് ഇവിടുന്ന് എസ്കേപ്പ് ആയിരിക്കുക. നമുക്ക് അവനെ ഉടൻ തന്നെ പിടികൂടണം. ഓക്കെ ബഡി കീക്കോ, ശരി വാ പോകാം. സ്പാർക്കിയിലെ ടോട്ടൽ പവേഴ്സും അവന്റെ സൂട്ടിലാണുള്ളത്. അവന്റെ സൂട്ട് ഒന്ന് കവർ ചെയ്യാൻ ഫോർമുല നമ്പർ 97 അപ്ലൈ ചെയ്യേ. ഓൾറൈറ്റ് കീക്കോ, ഫോർമുല നമ്പർ 97 ആക്ടിവേറ്റ് ചെയ്തു. പാർക്കിങ്ങിൽ റബ്ബർ കോട്ടിംഗ് വെച്ച് കവർ ചെയ്തേക്കാം. അപ്പോൾ അവന്റെ ഇലക്ട്രിസിറ്റി കോട്ടിങ്ങിൽ നിന്ന് പുറത്തു വരില്ല. ഇതുപോലെ അട്ടഹാസങ്ങളൊന്നും ചെയ്യാനും പറ്റില്ല. ഒന്ന് അടങ്ങി നിൽക്ക് സ്പാർക്കി. ആ ബാറ്ററി എനിക്ക് തിരിച്ചു തന്നേക്ക്. ആ ഇൻസുലേഷൻ കോട്ടിംഗ് കാരണം നിന്റെ ഇലക്ട്രിക് പവർ ഇനി വർക്കാവാതെ നിന്ന് പോകും. എടാ കൊച്ചു ചെക്ക, ഇനിയും നീ ഈ സൂട്ടിന്റെ സ്പെഷ്യൽ പവർ കണ്ടിട്ടില്ല അല്ലേ? ഇപ്പൊ ഞാനത് കാണിച്ചു തരാം. ഈ സൂട്ടിന്റെ ഹീറ്റ് മോഡ് ഞാൻ ആക്ടിവേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെയുള്ള ടോട്ടൽ റബ്ബറും ഹീറ്റ് കാരണം മെൽട്ടായി പോവും. പവർ സപ്ലൈ ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. നിന്റെ കളി ഒരല്പം കൂടിപ്പോയി. നിന്നെ ഞാൻ അടിച്ച് തെറിപ്പിക്കാൻ പോവുക. ഇലക്ട്രിസിറ്റി കൊണ്ട് ജോലി ചെയ്യുന്ന ഈ എല്ലാ ടൂൾസും ഇനി ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ. നീ ആ റബ്ബർ കോട്ടിംഗ് എന്റെ മേലിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ? ഇപ്പൊ നോക്കിക്കോ, ഞാൻ എങ്ങനെയാണ് എന്റെ ഹൈ കറന്റ് ഉപയോഗിച്ച് നിന്റെ ടോട്ടൽ സിസ്റ്റത്തിന്റെ ഫ്യൂസ് ഊരി എറിയാൻ പോകുന്നേന്ന്. കീക്കോ, വേഗം എന്തെങ്കിലും ചെയ്യൂ, അല്ലെങ്കിൽ ഈ ഹൈ കറണ്ട് കാരണം വേഗം എന്റെ ഫ്യൂസ് പോകും. ഒന്ന് നിൽക്ക് സൂപ്പർ സ്പീഡോ, ഞാനൊരു ഐഡിയ ചെയ്യാം. ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വേഗം, അതിവേഗം R7 അകത്തേക്ക് പോട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോയെ നീ രക്ഷിച്ചു. പക്ഷെ ഇപ്പോ നിന്നെ ആര് രക്ഷിക്കും? ഗിരി 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 കറണ്ട് മാൻ. എന്ന് വെച്ചാൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഈ ബാറ്ററി ഒട്ടും ചാർജ് ആവില്ലേ? എന്നാ പിന്നെ ഞാൻ ഇതിനകത്തുള്ള പവറിനെ ആദ്യം സേവ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഏയ്, ഇന്ന് ഞാൻ നിന്നെ വിട്ടേച്ച് പോവാ.
നിന്നെ പോലുള്ള കൊച്ചു ചെക്കന്മാരോട് ഞാൻ എന്റെ ബാറ്ററി ഇങ്ങനെ വേസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ഗിരി 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 കറണ്ട് മാൻ. സൂപ്പർ സ്പീഡോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പോഴെന്റെ സിസ്റ്റം റീബൂട്ടായി ശരിയായി കഴിഞ്ഞു. കറക്റ്റ് സമയത്ത് R7 അകത്തേക്ക് എന്നെ റോൾ ബാക്ക് ചെയ്ത് രക്ഷിച്ചു കഴിഞ്ഞു. ഈഷ്, മമ്മി, നമ്മുടെ ഈ ടോട്ടൽ സൺസിറ്റിയും ഇരുട്ടിനകത്ത് കുടുങ്ങിപ്പോയിരിക്കുകയാണ്. ജൂനിയർ സൂക്ഷിച്ച് നോക്കി നടക്കണം. ഇരുട്ടിൽ മാത്രം കണ്ണു കാണുന്ന വവ്വാലിന് പകൽ വെളിച്ചത്തിൽ ഒരു ബട്ടർഫ്ലൈയുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് വെച്ചിരിക്കുന്നു. സാർ ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം സ്പാർക്കി സൺസിറ്റിയെ മാത്രമല്ല ഒരുപാട് സിറ്റിയിലുള്ള ഇലക്ട്രിക് സപ്ലൈയെ കട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ സ്പാർക്ക് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അവൻ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിസിറ്റി അവന്റെ കയ്യിൽ മാത്രം ഉണ്ടായിരിക്കണമെന്നാ. ആ പവർ ഉപയോഗിച്ച് അവൻ എല്ലാം നശിപ്പിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആരും വിഷമിക്കേണ്ട. കീക്കോയും സൂപ്പർ സ്പീഡോയും ഇവിടെ ഉള്ളതുവരെ നിങ്ങൾക്ക് ആർക്കും ഒരു ആപത്തും സംഭവിക്കില്ല. നമ്മുടെ സൺസിറ്റിയോടൊപ്പം മറ്റുള്ള സിറ്റീസിന്റെ ഇലക്ട്രിസിറ്റിയും ഞാൻ വീണ്ടെടുക്കുന്നതായിരിക്കും. ഇന്ന് ഞാൻ ഒരല്പം മൂഡ് ഔട്ടിലാണ്. അതല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതേപോലെ ഒരു ബാറ്ററി കള്ളനെ പിടിച്ച് അവനെ എടുത്തിട്ട് പെരുമാറി കളഞ്ഞില്ലേ, അവൻ എടുത്തിട്ട് പന്താടി കളഞ്ഞു. അവസാനം ഇന്നവൻ മൊബൈൽ ബാറ്ററിയുടെ കട ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് മൊബൈൽ ബാറ്ററി വിറ്റോണ്ടിരിക്കുകയാണ്. അതുപോലും ഡിസ്കൗണ്ട് സെയിലാണ്. പിന്നല്ലാതെ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ ഒരുപാട് മൊബൈൽ ബാറ്ററീസ് വന്ന് വീഴട്ടെ. എന്ന് വെച്ചാൽ നിങ്ങൾ ഇതുവരെ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്ന് അർത്ഥം. പക്ഷെ എനിക്കൊരു കാര്യം മാത്രം മനസ്സിലാവുന്നില്ല കീക്കോ. ടോണി സ്പാർക്കിയെ പഞ്ച് ചെയ്തില്ലേ, പക്ഷെ അവന് ഷോക്ക് ഏറ്റില്ലല്ലോ. പക്ഷെ നീ അവനെ കിക്ക് ചെയ്തപ്പോ നിനക്ക് മാത്രം എന്താ ഷോക്ക് ഏറ്റത്? കാരണം ടോണി ബോക്സിംഗ് ക്ലാസ് ഇട്ടുകൊണ്ടാണ് സ്പാർക്കിയെ പഞ്ച് ചെയ്തത്. റബ്ബറിൽ ഇലക്ട്രിക് കറന്റ് പാസ്സാവില്ലെന്ന് അറിയില്ലേ, അതുകൊണ്ടാ ടോണിക്ക് ഒരു അല്പം പോയി ഷോക്ക് ഏക്കാത്തത്. എനിക്ക് മനസ്സിലായി. കീക്കോ കിക്ക് ചെയ്യുമ്പോ അവന്റെ കാലുകൾ ബാക്കിയുള്ളവരുടെ സൂട്ടിൽ ടച്ച് ചെയ്തിരിക്കുക, അതുകൊണ്ടാണ് അവന് ഷോക്ക് ഏറ്റത്. ഇതൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് വിശപ്പ് കൂടി വരിക. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ? അതുകൊണ്ട് കീക്കോ, ഞാൻ നിനക്ക് വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. നിനക്ക് ഈ ഗ്ലൗസ് അണിഞ്ഞിട്ട് സ്പാർക്കിയെ ടച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ നിനക്ക് ഒരിക്കലും ഷോക്ക് ഏൽക്കില്ല. സ്പാർക്കിയോടെ ഫൈറ്റ് ചെയ്യാൻ നിനക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സ്പാർക്ക് ഇപ്പോ എവിടെയാണുള്ളത്? എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ച് നോക്കുമ്പോൾ അവനിപ്പോ മൂൺ സിറ്റിയിലെ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യാൻ പോയിരിക്കുക. പക്ഷെ നമ്മളിപ്പോ സ്പാർക്കിയെ എങ്ങനെ തോപ്പിക്കുന്നത്? എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ സാധനത്തിലും തന്റെ ഇലക്ട്രിസിറ്റി പവർ കണക്ട് ചെയ്തിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. നമ്മൾ സ്പാർക്കിയെ ഒരു വ്യത്യസ്തമായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ, അതായത് അവിടെ മെറ്റൽ ഒന്നും ഇല്ലെങ്കിൽ. അയ്യോ, എന്നിട്ട് നിന്റെ ഐഡിയ എനിക്ക് മനസ്സിലായി കീക്കോ. നീ ആ സ്പാർക്കിയെ നമ്മുടെ ആ പഴയ സ്ക്രാപ്പ് ഫാക്ടറിക്ക് കൊണ്ടുവന്നേക്ക്. അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തോളാം. ഇപ്പൊ ഞാൻ എല്ലാ വയേഴ്സും കട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ഇപ്പൊ ജനങ്ങളുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടില്ല. എല്ലാ ആൾക്കാരും ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി എന്നോട് വന്ന് റിക്വസ്റ്റ് ചെയ്യും. അതെന്തായാലും ഉറപ്പാണ്. അപ്പൊ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് കളക്ട് ചെയ്യും. അത് ഉറപ്പാ. ഗിരി 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 കറണ്ട് മാൻ. സൂപ്പർ സ്പീഡോ, ഇത്തവണ എന്ത് സംഭവിച്ചാലും ശരി, സ്പാർക്കി നിന്റെ ശരീരത്തെ തൊടാതെ നോക്കിക്കോണം. ഡോണ്ട് വറി കീക്കോ, നിന്റെ കയ്യിൽ റബ്ബർ ഗ്ലൗസ് ഉള്ളതുപോലെ എന്റെ കയ്യിലും ഇൻസുലേഷൻ ലെയർ ഉണ്ട്. അതുള്ളത് വരെ എനിക്ക് ഇലക്ട്രിക്കൽ ഷോക്ക് ഏൽക്കില്ല. ഞാനിപ്പോ എന്തെങ്കിലും ചെയ്ത് സ്പാർക്കിയുടെ കയ്യിലുള്ള ആ ബാറ്ററി ഡിസ്ചാർജ് ചെയ്തേ പറ്റൂ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷം അവന്റെ ബാറ്ററി വീണ്ടും ചാർജ് ആവാൻ തുടങ്ങും. ഡോണ്ട് വറി ബഡി. ഓക്കെ, എന്നാൽ തുടങ്ങാം. ഈ പ്രാവശ്യം ഞാൻ അവനെ വകവരുത്താതെ വിടുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പൊ ഞാൻ അവനെ എന്താ ചെയ്യാൻ പോകുന്ന നോക്കിക്കോ. നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് സൂപ്പർ സ്പീഡോ? സോറി കീക്കോ, അവനെ തട്ടി ഉണർത്താൻ ഇതാണ് ബെസ്റ്റ് ഐഡിയ എന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രക്ക് ധിക്കാരമോ? ഈ സ്പാർക്കിയോട് ഫേസ് ടു ഫേസ് ഏറ്റുമുട്ടാൻ വന്നിരിക്കുകയാണല്ലേ. കഴിഞ്ഞ പ്രാവശ്യം പാവം പോട്ടെ എന്ന് വിട്ടുവെച്ചതാ. പക്ഷെ ഇപ്രാവശ്യം ഞാൻ നിന്നെ വിടുന്ന പ്രശ്നമില്ല. സൂപ്പർ സ്പീഡോ, വേഗം ആ പഴയ സ്ക്രാപ്പ് ഫാക്ടറിയിലേക്ക് ചെല്ലേ. ഓക്കെ, നമുക്ക് പോകാം. നീ നിന്റെ
സ്പീഡ് കാണിക്കുകയാണല്ലേ? ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്ക്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 265 അപ്ലൈ ചെയ്യേ. കലക്കൻ ഐഡിയ കീക്കോ. ആക്ടിവേറ്റിംഗ് ഫോർമുല 265. ഹായ്. നീ അത്രയ്ക്ക് ബുദ്ധിമാനാണല്ലേ? ഇപ്പൊ തെറ്റിയത് എനിക്കാണ്. ഇനി ഞാൻ നിന്നെ വിടുന്ന പ്രശ്നമില്ല. എടാ കൊച്ചു ചെക്ക, നീ ചെയ്തത് വളരെ വലിയൊരു തെറ്റാണ്. ഈ ഫാക്ടറിയിൽ വന്ന് ഒളിച്ചിരിക്കുകയാണല്ലേ? അതിന്റെ അകത്തുനിന്ന് എനിക്ക് ഒരുപാട് ആയുധങ്ങൾ കിട്ടാൻ പോവാ. നിന്റെ കഥ ഞാനിന്ന് അവസാനിപ്പിക്കും. ഈ പ്രാവശ്യം നിനക്ക് രക്ഷപ്പെട്ട ഓടാൻ പറ്റില്ല കീക്കോ. പിന്നെ നിന്റെ സൂപ്പർ സ്പീഡോ. ഗിരി 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 കറണ്ട് മാൻ. എന്റെ കളി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ കറണ്ട് ഉപയോഗിച്ച് നിനക്ക് ഷോക്ക് ട്രീറ്റ്മെന്റ് തരാൻ പോവാ. ഓ, ഇതെങ്ങനെ സംഭവിച്ചത്? അതാണ് എന്റെ ഇൻസുലേഷൻ കവറിംഗിന്റെ പവർ. നിനക്കും ഇൻസുലേഷൻ കവറിംഗ് ഉണ്ടെന്നോ? പക്ഷെ അവന്റെ കൈവശം ഒന്നുമില്ലല്ലോ. ഓ, എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്ത് തന്നെ വന്നിരിക്കുന്നല്ലേ? പക്ഷെ തെറ്റായ സ്ഥലത്താ വന്ന് ചേർന്നിരിക്കുന്നത്. ഗിരി 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 കറണ്ട് മാൻ. ഇപ്പൊ നോക്കിക്കോ, ഞാൻ ഈ പഴയ മെഷീൻസ് എല്ലാം ആക്റ്റീവ് ആക്കി മാറ്റി. അത് വെച്ച് തന്നെ നിന്റെ കഥ അവസാനിപ്പിക്കും. നോക്കിക്കോ, ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. എങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അങ്ങനെയൊന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല. ഇവിടെ എല്ലാം പോസിബിൾ ആണ്. കാരണം ടെമ്പോയുടെ ടെക്നിക്ക് ഇതാണ്. എന്താ മനസ്സിലായില്ലേ? നീ ഏതൊക്കെ മെഷീൻസിന് ഒറിജിനൽ ആണെന്ന് കരുതിയോ? കാണാൻ ഒറിജിനൽ പോലും ഉണ്ടെങ്കിലും അതൊക്കെ ഡമ്മി പീസുകളാ. ഈ കാണുന്ന മെഷീൻ മരം കൊണ്ടും തെർമോകോൾ കൊണ്ടും ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അതിൽ ഒറിജിനൽ പെയിന്റിംഗ് വെച്ച് ഞങ്ങൾ കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കാണാൻ ഒറിജിനൽ പോലെയുണ്ട്. പക്ഷെ അതിൽ മെറ്റൽ ഒന്നുമില്ല. അതുകൊണ്ട് നിനക്കൊന്നും ചെയ്യാനാവില്ല. ടെമ്പോ അണ്ണാ, മേയർ അങ്കിൾ, നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് പോയിക്കോളൂ. പോയിട്ട് പുറത്തുനിന്ന് വാതിൽ ക്ലോസ് ചെയ്തേക്ക്. കുറച്ചു സമയത്തിൽ നേരം വിളകുമെന്നാണ് തോന്നുന്നത്. കഴിയും വേഗത്തിൽ നമ്മൾ ആ ബാറ്ററി സ്പാർക്കിന്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കണം. നീ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ സൂപ്പർ സ്പീഡോ, അവൻ തനിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാനും തനിച്ചേറ്റുമുട്ടാൻ പോവാ. ഗിരി 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 കറണ്ട് മാൻ. ദേ നോക്ക് സ്പാർക്കി, മര്യാദയ്ക്ക് ആ ബാറ്ററി തന്നേക്ക്. എനിക്ക് നിന്നോടൊപ്പം ഫൈറ്റ് ചെയ്യാനൊന്നും ആഗ്രഹമില്ല. ഞാൻ പറയുന്നത് അനുസരിക്ക്, അതാ നിനക്ക് നല്ലത്. ഓക്കേ ഗീക്കോ, നിന്റെ ഇഷ്ടം പോലെ തന്നെ നമുക്ക് ചെയ്യാം. നിന്റെ ആ കൈ ഒന്ന് നീട്ടിക്കേ. ഗിരി 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 ഞാൻ കറണ്ട് മാനാണ്. ഈ ഫാക്ടറിക്കകത്ത് ഡെമ്മി മെഷീൻ കൊണ്ടുവന്ന് വെച്ചിരിക്കല്ലേ? പക്ഷെ സീലിംഗിൽ എന്താന്ന് കണ്ടോ? ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഈ ഫില്ലർ നീ മറന്നുപോയി. ഇപ്പൊ നോക്കിക്കോ, ഈ സ്പാർക്കിയുടെ ഒറിജിനൽ പവർ നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഗിരി 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 കറണ്ട് മാൻ. സൂര്യൻ ഉദിക്കാൻ കുറച്ച് സമയമേ ഉള്ളൂ. വേഗം എന്തെങ്കിലും ചെയ്യൂ. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 247 അപ്ലൈ ചെയ്യേ. ഓക്കെ കീക്കോ, അപ്ലൈയിങ് ഫോർമുല 247. നിന്റെ ഈ ഫോർമുല കളി മതിയാക്ക്. ഇപ്പൊ നിന്നെ പമ്പരം പോലെ കളിപ്പിക്കാൻ പോവാ.
ഈ മെറ്റാലിക് ഷീറ്റ് വീണതുകൊണ്ട് എന്റെ ഇൻസുലേഷൻ ലെയർ തകർന്നു പോയി. ഇപ്പൊ നോക്കിക്കോ, ഞാൻ എന്റെ പവർ ഉപയോഗിച്ച് നിന്നെ വലിച്ചെറിഞ്ഞ് തരിപ്പണമാക്കും. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞു. പക്ഷെ സൂര്യന്റെ രശ്മികൾ ഇവിടേക്ക് എത്തുന്നതിന് മുൻപ് സ്പാർക്കിയുടെ സൂട്ടിൽ നിന്ന് ബാറ്ററി തട്ടിപ്പറിച്ചേ പറ്റൂ. ഗിരി ഗിരി ഗിരി, എന്റെ ബാറ്ററിയുടെ ചാർജ് ഡൗൺ ആയി പോയി. ഒരു പ്രാവശ്യം ബാറ്ററിയിൽ സൺലൈറ്റ് തട്ടിയാൽ മതി, അത് വീണ്ടും ചാർജ് ആകും. അതിനുശേഷം നീ നോക്കിക്കോ, നിന്നെ എന്റെ ഈ കറണ്ട് കൊണ്ട് എന്നേക്കുമായി ഡിസ്ചാർജ് ചെയ്യാൻ പോവുകയാണ്. ഗിരി ഗിരി ഗിരി, കറണ്ട് മാൻ. കീക്കോ, സ്പാർക്കയുടെ സൂട്ടിലുള്ള ബാറ്ററി ടോട്ടൽ ഡിസ്ചാർജ് ആയി പോയി. സൺലൈറ്റ് വരുന്നതിന് മുമ്പ് ആ ബാറ്ററി തട്ടിയെടുക്കാൻ പറ്റിയ ചാൻസ് ഇതാണ്. ഒരുപാട് ആടുന്നവനും ചാടുന്നവനും അവസാനം ദേ ഇതുപോലെ കിടക്കേണ്ടി വരും. ജയിലിലേക്ക് പോണ്ട സമയമായി. എന്താ പറഞ്ഞത്? സാരപ്പ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ സൂപ്പർ സ്പീഡോ? ഐ ആം ഫൈൻ. ടൺ 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 ടൺ. സൂപ്പർ ആയിട്ടുണ്ട് കീക്കോ.